ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ വാർത്ത വന്നതോടെ ജയരാജൻ ഈ വാർത്തയെ അപ്പാടെ നിഷേധിക്കുകയാണ്, 100% നിഷേധിക്കുകയാണ്. അദ്ദേഹം കാണുന്ന ഏക സത്യം ആ വാർത്തയിലുള്ളത് താൻ ഒരു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നത് മാത്രമാണ്. അത് എഴുതി പൂർത്തിയാക്കിയിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് DC ബുക്സിന് പ്രസിദ്ധീകരണത്തിന് കൊടുത്തിട്ടില്ല, അവരുമായി യാതൊരു കരാറും ഉണ്ടാക്കിയിട്ടില്ല, അവർക്ക് ഈ പുസ്തകത്തിൻ്റെ DTP കോപ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കൊടുത്തിട്ടില്ല. ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. താൻ എഴുതാത്ത പുസ്തകമാണ്, താൻ അറിയാത്ത ഉള്ളടക്കമാണ്. തന്നെയും പാർട്ടിയെയും കുഴപ്പത്തിലാക്കാൻ ബോധപൂർവം കെട്ടിച്ചമച്ച ഒരു ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായ വാർത്തയാണിത്. അല്ലാതെ ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിനെ പറ്റി അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ല. അദ്ദേഹം ചോദിക്കുന്നത്, എൻ്റെ പുസ്തകം ഇറങ്ങുന്നത് ഞാൻ അറിയണ്ടേ? എൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ഞാൻ അറിയാതെയാണോ? അത് പുറത്തിറക്കുന്നത് ഞാനല്ലേ? അത് DC അല്ലല്ലോ തീരുമാനിക്കുക. ഇതിനൊരു കവർ പോലും തയ്യാറാക്കിയതായിട്ട് എനിക്കറിവില്ല. അത് മാത്രമല്ല, കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന ശീർഷകം അതാരാണ് തീരുമാനിച്ചത്? ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ആത്മകഥയ്ക്ക് അങ്ങനെ ഒരു ശീർഷകം തലക്കെട്ട് ഞാനിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ വക കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. DCക്കെതിരെ നിയമ നടപടികളുമായി പോകുമെന്ന് അദ്ദേഹം പറയുന്നു. DCയെ തള്ളി പറയുന്നു, പുസ്തകത്തെ തള്ളി പറയുന്നു, ആത്മകഥയെ തള്ളി പറയുന്നു. ആകെക്കൂടെയുള്ളൊരു വസ്തുത, ഞാൻ ഇപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഗർഭം എൻ്റേതല്ല എന്ന് ഏതോ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗാണ്. അത് ഇതേപ്പറ്റി കേട്ടപ്പോൾ ഒരു സുഹൃത്ത് രാവിലെ വിളിച്ചപ്പം പറഞ്ഞ ഒരു ട്രോളാ. ഈ ഗർഭം എൻ്റേതല്ല. അതുപോലെയാണ് ജയരാജൻ പറയുന്നത്, ഈ ആത്മാവ് എൻ്റേതല്ല. അല്ല, ഈ ആത്മകഥ എൻ്റേതല്ല, ഞാൻ അറിയാത്ത എൻ്റെ ആത്മകഥയാണ്, ഞാൻ എഴുതാത്ത എൻ്റെ ആത്മകഥയാണ്. ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റിൽ വിവിധ പേജുകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ പേജുകൾ ചിലതൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതിൽ നീലേശ്വരപ്പിനെ കുറിച്ച് വരെ പറയുന്നുണ്ട്. നീലേശ്വരപ്പ് ഏറ്റവും അവസാനം നടന്നൊരു കാര്യമാണ്. അതുവരെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലുണ്ടെങ്കിൽ അത് എഴുതി തീരാത്ത പുസ്തകമല്ലല്ലോ, എഴുതി തീർന്നതാണല്ലോ, പൂർത്തിയായ ആത്മകഥയാണല്ലോ. അല്ലെന്ന് ആർക്ക് നിഷേധിക്കാൻ സാധിക്കും? ഈ ഒരു പുസ്തകം എഴുതുക എന്നൊക്കെ പറയുന്നതേ അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമൊന്നുമല്ല. നല്ല പാടുള്ള ഒരു ജോലി തന്നെയാണ്. DC എന്ന് പറയുന്ന പുസ്തക പ്രസാധനശാല ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പബ്ലിഷേഴ്സിൽ ഒരാളാണ് DC. അവർ EP ജയരാജൻ എഴുതാത്ത അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കും എന്ന് ആർക്കെങ്കിലും കരുതാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാതെ ഈ പുസ്തകം തയ്യാറാക്കും. കവർ തയ്യാറാക്കി, പേജുകൾ തയ്യാറാക്കിയിരിക്കുന്നു, ഇനി അച്ചടിച്ചാൽ മതി. EP അറിയാതെ ഇത് DC ചെയ്യുമോ? എങ്ങനെയാണ് DCയുടെ കൈവശം ഇതിൻ്റെ ഉള്ളടക്കം, ഇതിൻ്റെ കണ്ടന്റ്, അത് മാനുസ്ക്രിപ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ DTP കോപ്പി ആകട്ടെ, അതെങ്ങനെയാണ് എത്തിയത്? ഒരു ദിവസം രാവിലെ രവി DC ഓഫീസിലേക്ക് വരുന്നു. അദ്ദേഹം തൻ്റെ കയ്യിൽ ധരിച്ചിട്ടുള്ള ഒരു മാന്ത്രിക മോതിരത്തിലൊന്ന് തടവിയിട്ട് EP ജയരാജൻ്റെ ആത്മകഥ വരട്ടെ എന്ന് പറഞ്ഞ ഉടനെ ഉണ്ടാവുന്നതല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ആത്മകഥ. കട്ടൻ ചായയും പരിപ്പുവടയും അങ്ങനെ ഒരു പുസ്തകം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ? എഴുതപ്പെടാത്തൊരു പുസ്തകം, എഴുതി തീർക്കാത്തൊരു പുസ്തകം അച്ചടിക്കാനും പുസ്തകമാക്കാനും DCയെ പോലൊരു സ്ഥാപനം തയ്യാറാവുമോ? കരാറില്ലാതെ അല്ലെങ്കിൽ മുൻ ധാരണകളില്ലാതെ ഒരു പുസ്തകം, അത് ആരുടേതുമാവട്ടെ, അച്ചടിക്കാൻ DC തയ്യാറാകുമോ? പ്രത്യേകിച്ച് EP ജയരാജൻ്റേതാവുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ളപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് DC പോകുമോ? നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു നിഷേധമാണ് ഇവിടെ ജയരാജൻ നടത്തിയിരിക്കുന്നത്. കോമ്രേഡ് ജയരാജ, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലേക്ക് അതിൻ്റേതായ രീതിയുണ്ട്. ഏത് ചെറിയ പ്രസാധകരാണെങ്കിൽ പോലും ഒരു മോഷണ വസ്തു പ്രസിദ്ധീകരിക്കില്ല. ചിലപ്പോൾ കയ്യെഴുത്ത് പ്രതികൾ എഡിറ്റിങ്ങിന് വിധേയമാക്കും പുസ്തകശാലകളുടെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട് പോലും ആ എഴുത്തുകാരനെ, രചയിതാവിനെ കാണിച്ച് അംഗീകാരം വാങ്ങാതെ ആരും പ്രസിദ്ധീകരിക്കുകയില്ല, ആരും എഴുതി ചേർക്കില്ല. പ്രത്യേകിച്ച് DC എടുത്തോളം ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അത് എഴുതിയ ആളിനാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങ് ഈ വൈദേഹത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അതൊരു റിസോർട്ടല്ല, അത് മാധ്യമങ്ങൾ അങ്ങനെ എഴുതി പിടിപ്പിച്ചതാ. ഞാനവിടെ കുറച്ച് മുറി ഉണ്ടാക്കിയത് പാർട്ടി നേതാക്കൾക്ക് താമസിക്കാനാണെന്ന്. കത്തോലിക്ക സഭയിൽ വൈദികർക്ക് സ്വന്തം ഭവനങ്ങളില്ല, അവർ വീട് ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നവരാണ്.
അപ്പോൾ അവർക്ക് വാർദ്ധക്യകാലത്ത് താമസിക്കാൻ പ്രീസ്റ്റ് ഹോംസ് ഉണ്ടാക്കും. ഏതാണ്ട് അതുപോലെ പാർട്ടി നേതാക്കൾക്ക് താമസിക്കാൻ വേണ്ടി താൻ ഉണ്ടാക്കിയ മുറികളാണ് അല്ലെങ്കിൽ കെട്ടിടമാണ് വൈദേകം എന്നൊക്കെ രവി DC അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ സ്റ്റാഫിലുള്ളവർ ആരെങ്കിലും എഴുതി ചേർക്കുമോ? ജയരാജ, താങ്കളല്ലാതെ അങ്ങനൊരു വിശദീകരണം കൊടുക്കാൻ തക്ക ശേഷിയുള്ള ആരാണ് ജയരാജ ഉള്ളത്? താങ്കൾ ജനങ്ങളോട് പറയുമ്പോൾ ഇത് ഞാൻ എഴുതിയാൽ എനിക്കിതറിയില്ല, ഈ കണ്ടന്റിനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല എന്ന് പറയുമ്പോൾ അല്പമൊക്കെ ഒരു വിശ്വസനീയത ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഈ പുസ്തകം ഒരു വലിയ വിവാദമായതോടെ ഇതിൻ്റെ പ്രകാശനം തൽക്കാലത്തേക്കില്ല എന്ന് DC അവരുടെ ഫേസ്ബുക്കിൽ അറിയിച്ചിരിക്കുകയാണ്. നിർമ്മിതിയിലുണ്ടായ ചില സാങ്കേതിക തകരാറുകളാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. അത് വളരെ സ്വാഭാവികമാണ്. ഒരു പുസ്തകത്തിൻ്റെ കണ്ടന്റ് അത് മുൻകൂട്ടി പുറത്തു വരുന്നു, അത് എഴുതിയ ആൾ തന്നെ വിവാദമാക്കുന്നു. അപ്പോൾ ഉടൻ പ്രസിദ്ധീകരിക്കുക അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പ്രകാശനം നീട്ടിവെച്ചിരിക്കുക. അപ്പം എൻ്റെ കണ്ടന്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പുറത്ത് വന്ന കണ്ടന്റ് തന്നെയാണോ ആ പുസ്തകത്തിൻ്റേത് എന്ന്, അത് EP ജയരാജൻ എഴുതിയതാണോ എന്ന് ആ പുസ്തകം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് DC അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എനിക്ക് CPM ഏറ്റവും ഇഷ്ടമുള്ള ഒരു നേതാവാണ് EP ജയരാജൻ. വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും ബന്ധമുണ്ട്. അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് കുടുക്കിലാവുന്നത് കാണുമ്പോൾ സങ്കടവും തോന്നുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. ഇത് പോളിംഗ് ദിവസമാണ് വന്നത്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ CPMൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് ഏരിയ യോഗങ്ങളൊക്കെ തീരാറായി. ഇനി ജില്ല മുതൽ മുകളിലോട്ട് എടുത്തിട്ട് അലക്കാനുള്ളൊരു ഒന്നാന്തരം വിഷയം പാർട്ടിയിലെ സഖാക്കൾക്ക് കിട്ടിയിരിക്കുക. ഒന്ന് ആലോചിക്കുമ്പോൾ ഈ പാർട്ടി ഇപ്പോൾ കൊണ്ടു കിടക്കുന്നത് ബുദ്ധിനാശം സംഭവിച്ച ചില ആളുകളാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ പാലക്കാട്ടെ UDFൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു പ്രചാരണ വീഡിയോ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നാലോചിച്ച് നോക്കി, എന്താ ഇതിൻ്റെ അർത്ഥം? ആദ്യം പറഞ്ഞു ഈ പേജ് ഞങ്ങളുടേതല്ല, ഈ ഗർഭം ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞതുപോലെ ഈ പേജ് ഞങ്ങളുടേതല്ല, അതൊരു വ്യാജനാണ്. പിന്നീട് പറഞ്ഞു പേജ് ഞങ്ങളുടെയാ, ഇത് ഹാക്ക് ചെയ്തതാണ്. പിന്നെ പറഞ്ഞു ഹാക്ക് ചെയ്തതല്ല, ഞങ്ങളുടെ ഒരു അഡ്മിൻ ഇതിനകത്ത് അടിച്ചു കയറ്റിയതാ. ഇതൊക്കെ CPMൽ പണ്ട് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ ഒരു പഴയ പ്രയോഗം ഉപയോഗിച്ച് പഴകിയതാ. എങ്കിൽ പോലും അതാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ചേട്ടാ, CPMൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ KPCCയിൽ ഒരു എക്സിക്യൂട്ടീവ് അംഗം കയറിയിരുന്ന് ചർച്ചകളിൽ പങ്കെടുക്കുന്ന പോലെയല്ലേ അവരുടെ ഫേസ്ബുക്ക് പേജിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ സാഹിത്യം അല്ലെങ്കിൽ പ്രചാരണ വീഡിയോ വരുന്നത്? അതുപോലെ തന്നെ അൻവറിൻ്റെ അനുഭവം നമ്മുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ നിൽക്കുക. ഏത് പുറത്തുനിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്ത സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഈ പുസ്തകത്തിൽ നമ്മുടെ EP പറയുന്ന പോലെ വയ്യാവേലികളാണെന്ന് അൻവർ നമ്മെ പേർത്തും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രധാന നേതാവായിരുന്ന് പിണറായി വിജയനെ നിരന്തരം ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ഇറക്കിക്കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇപ്പോഴിതാ EP ജയരാജൻ്റെ പുസ്തകം